അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. തൃശ്ശൂരിൽ നിന്ന് ഒരു ബസ്സും കൂടിയും കയറണം. പാലക്കാട് ബസ്സിനാണ് കേട്ടോ കയറേണ്ടത്. അങ്ങനെതാ ഞങ്ങൾ ബസ് കയറി. ഇതാണ് കേട്ടോ നമ്മളെ അഭയാക്കിരാണ്, ആർമിയാണ്. അങ്ങനെ ഇതാക്കണ്. അവിടുന്ന് അവർ സംസാരിച്ചപ്പോഴേക്ക് ചേച്ചിമാരെല്ലാവരും ലോട്ടറി എടുത്ത്. അപ്പോഴേക്ക് തന്നെ കിരണേട്ടൻ പോയിട്ട് ഓട്ടൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ചെന്നപ്പോൾ തന്നെ പുഷ്പച്ചിനെ ഹഗ് ചെയ്തിട്ടോ അവിടുത്തെ അമ്മ. പിന്നെ ഇപ്പം എന്താ, ഇതാണ് നമ്മളെ കല്യാണപ്പെണ്ണ്. ഞങ്ങളെ കാത്തിരിക്കുകയാണ്, അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുന്ന ഒരു സുന്ദരി കുട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് അവിടുത്തെ ഒരു നായക്കുട്ടിയാണ് കേട്ടോ അമ്മേനെ സ്നേഹിക്കുന്നത് കാണുന്നത്. പിന്നെ ഇപ്പം എന്താ, അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കിരൺ ചേട്ടൻ എന്താണ് പറയുക ആർമിക്കാരനാണെന്ന് അറിയണത് കേട്ടോ. അങ്ങനെ ഇതാക്കണ പെങ്ങളോട്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഏട്ടനോട് സംസാരിച്ച് സാദിയും കിരണും ഭയങ്കര സംസാരം, ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ഈ കിരണേട്ടനും ഈ കൂടെ സ്നേഹവീടും എല്ലാവരും തമ്മിൽ അങ്ങനെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പങ്കുവെച്ച്. അതിനിടയിൽ കൂടെ ഞങ്ങൾക്ക് പാലക്കാടൻ സ്പെഷ്യലായ അരി നുറുക്കും കുഴലപ്പം കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾക്ക് വെള്ളം കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. ഈ വീടിൻ്റെ പേര് തന്നെ സൗഹൃദ നില എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു ബോട്ടിൽ നെല്ലിക്കും അതൊക്കെ വാരി തന്നു. പിന്നെ ഞങ്ങൾ റീലെടുക്കാൻ പോയിട്ടോ. കല്യാണത്തിന് വരാൻ പറ്റത്തോണ്ടന്നെ പിന്നെ കിരൺ ചേട്ടന് ഒരുപാട് സങ്കടങ്ങളും പരാതികളും ഈ ഭാഗത്താണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ എടുത്തു തന്നത്. അങ്ങനെ എന്താ സാദി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, റീൽ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തപ്പോഴേക്കും ഇവിടെ ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞങ്ങൾ അകത്തേക്ക് കയറി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. പത്തിരി ഉണ്ടായിരുന്നു, പൊറാട്ട ഉണ്ടായിരുന്നു, നൂൽപുട്ട് ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു പാടവരമ്പുണ്ട്, വയലുണ്ടെന്നൊക്കെ പറഞ്ഞ് കിരൺ ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടുന്ന് ഞാനും സുധീർക്കും ഒരു എടുത്തിട്ടോ. ആ റീലെടുത്തുന്നതേ നമ്മളെ പാത്തുട്ടിയാണ്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പാലക്കാട് റെയിൽവേയിലെത്തി ഷൊർണൂർക്ക് കയറി. അങ്ങനെ തക്കണം എല്ലാവരും പല ഭാഗത്തായി. ഞാനും മുബിത്താത്തി മാത്രം ഒരു സീറ്റ്. ഞാൻ കൊണ്ടോട്ട് എത്തിയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പോന്നു. അത്ര ഉള്ള കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ, സീ യു.